സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ചയാണ്. പിള്ളേർക്ക് എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത്രയും ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളും അങ്ങനെ രാവിലെ എഴുന്നേക്കാനായിട്ട് കുറച്ച് ദിവസമൊക്കെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് തൊട്ടിനി നമുക്ക് മടി പിടിച്ചാലൊന്നും നോക്കൂല. അവർക്കും സ്കൂളിലൊക്കെ പോകണ്ടേ. സ്കൂളിലൊക്കെ പോകാനായിട്ട് നമ്മളെല്ലാം ഫുഡും എല്ലാമൊക്കെ റെഡിയാക്കി അവരെയും റെഡിയാക്കിയൊക്കെ വിടണം. അപ്പോൾ നേരത്തെ തന്നെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലേ അതിനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മടി പിടിച്ചിരിക്കാതെ നേരത്തെ തന്നെ എഴുന്നേറ്റു. 4:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. കുളിച്ച് റെഡിയായിട്ട് വന്നു. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച ദിവസമെല്ലാം പറ്റുന്ന ദിവസമെല്ലാം ഭഗവാന് അഭിഷേകം നടത്തും കേട്ടോ. ശിവഭഗവാന് അഭിഷേകം നടത്താറുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് അഭിഷേകം നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി വിളക്കെല്ലാം തുടച്ചെടുത്തിട്ട് ഞാൻ ഒരു ചെറിയ പേപ്പറിലാക്കി വെക്കുവേ. പേപ്പറിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയുമായിരുന്നു സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസമായി കഴിഞ്ഞപ്പോൾ ഇതൊരു ഫ്ലാറ്റ് പോലുള്ള ഒരു വീടാണ്. അപ്പോൾ അവിടെ നമുക്ക് വേസ്റ്റൊക്കെ കളയാനായിട്ട് ഒരു ഇൻസിനേറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഫുഡ് വേസ്റ്റും എല്ലാ വേസ്റ്റും ഇടുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വിളക്ക് തിരിയും അങ്ങനെയുള്ള ഒന്നും ഞാൻ കൊണ്ടിടാറില്ല. എല്ലാ വേസ്റ്റും നമ്മൾ കൊണ്ടിടുന്ന സ്ഥലത്ത് ഇതിടുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ചെറിയൊരു ചട്ടി വാങ്ങിച്ചേ. നമ്മൾ കറി വയ്ക്കുന്ന ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ തിരി എല്ലാം കൂടെ പേപ്പറിലാക്കി ഓരോ ദിവസത്തെയും ഓരോ കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണത്തിൻ്റെ അകത്താക്കി ഞാൻ ചുരുട്ടി ഇതിൻ്റെ അകത്തേക്ക് വെച്ചേക്കും. ചട്ടിയിലേക്ക് വെക്കും. എന്നിട്ട് ഒരു 3-4 ദിവസത്തെ ആയി കഴിയുമ്പോഴത്തേക്കും ആ ചട്ടിയിൽ തന്നെ ഇട്ട് ഞാനതങ്ങ് എരിച്ച് കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അഭിഷേകം ചെയ്തിട്ട് ഭസ്മം കൊണ്ടിട്ട് ഞാൻ അർച്ചന ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭസ്മമായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒരു ഡപ്പിയിലാക്കി വെക്കും. നമുക്ക് വൈകുന്നേരം രാവിലെയൊക്കെ നെറ്റിയിൽ തൊടാനായിട്ട് ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചു. പിന്നെ എന്നിട്ട് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിരാതിൻ്റെ മുകളിലേക്ക് ശിവലിംഗത്തെ ഇരുത്തി കൂട്ടത്തിൽ ഗണപതി ഭഗവാനെയും താഴെ ഞാൻ ഇരുത്തി ശിവഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് ഗണപതി ഭഗവാനെയും കൂടെ ഞാൻ കൂട്ടത്തിൽ അഭിഷേകം ചെയ്തെടുക്കും. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് അഭിഷേകം ചെയ്തെടുക്കുവേ. അതിനുശേഷം വിളക്കുകളെല്ലാം ഒരുക്കി എണ്ണയും തിരിയൊക്കെ ഇട്ടു. പിന്നെ കുലദൈവത്തിൻ്റെ കുടത്തിൽ വെച്ചിരിക്കുന്ന വെള്ളവും കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ എല്ലാ ദിവസവും നമ്മൾ മാറ്റി വെക്കണേ. അപ്പോൾ അതും എല്ലാം മാറ്റി അതിനുശേഷം വിളക്കുകളെല്ലാം കൊളുത്തിയതിന് ശേഷം അഭിഷേകം ചെയ്തു. അഭിഷേകം സാധാരണ വെള്ളത്തിൽ ജവാദുണ്ടെങ്കിൽ ജവാദിടാം, പിന്നെ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം ഇടാം, അല്ലെങ്കിൽ പനിനീരാണെങ്കിൽ പനിനീര്. നമ്മുടെ കയ്യിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം ഇടാം, അല്ലെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം ഇട്ടിട്ടാണെങ്കിലും നമുക്ക് അഭിഷേകം നടത്താം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ പൂജ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ആ പൂജ നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ അത് മുടക്കി കളയരുത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാനിന്ന് പച്ചവെള്ളത്തിൽ പച്ചക്കർപ്പൂരവും വെള്ളവും പനിനീരും ഇട്ടിട്ടാണ് ഞാൻ അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്തതിന് ശേഷം എല്ലാം നന്നായിട്ട് കഴുകി തുടച്ച് നമ്മുടെ ഗണപതി ഭഗവാന്റെ മറ്റേ ബ്രോൺസിലുള്ളതാണേ, വെങ്കലത്തിലുള്ളത്. അപ്പോൾ അത് നമ്മൾ തുടച്ചില്ലെങ്കിൽ അതിങ്ങനെ പൊട്ട് നമ്മുടെ വിളക്കാണെങ്കിലും അല്ലെങ്കിൽ കിണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ കുട ആണെങ്കിലും എന്താണെങ്കിലും ബ്രോൺസിൻ്റെ പാത്രം നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ചെങ്കിൽ അതിൻ്റെ ആ ഒരു ഷൈനിങ് നന്നായിട്ട് തിളങ്ങുള്ളൂ. തുടച്ചില്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ പാട് വന്നിട്ട് അതങ്ങ് നിറം മങ്ങിപ്പോവും. അപ്പം ശിവലിംഗം ആയാലും ഗണപതി ഭഗവാനെ ആയാലും നമ്മൾ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തുടച്ചിട്ട് യഥാസ്ഥാനത്ത് വെച്ചു. എന്നിട്ട് ഭഗവാന് ചന്ദനം ചാർത്തി. ചന്ദനം അല്ലെങ്കിൽ ഭസ്മമാണ് ഞാൻ ചാർത്തുന്നത്. കുങ്കുമം അങ്ങനെ ഞാൻ ചാർത്താറില്ല. ചില ദിവസങ്ങളിൽ എന്താ പറയണേ, നമ്മുടെ പീഠത്തിൽ കുങ്കുമം ചാർത്താറുണ്ട്, അല്ലെങ്കിൽ ലിംഗത്തിൽ ഞാൻ അങ്ങനെ കുങ്കുമം ചാർത്താറില്ല കേട്ടോ. പീഠത്തിനെ നമ്മൾ ശക്തിയായിട്ടാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത്. ശിവനും ശക്തിയും അങ്ങനെയായിട്ടാണല്ലോ ലിംഗവും പീഠത്തിനെയും നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഞാൻ പീഠത്തിൽ കുങ്കുമം ചാർത്താറുണ്ട്. ലിംഗത്തിൽ ചന്ദനം അല്ലെങ്കിൽ ഭസ്മമാണ് കേട്ടോ ഞാൻ ചാർത്താറുള്ളത്.
പിന്നെ ഗണപതി ഭഗവാനും ചന്ദനം പൊട്ടെല്ലാം തൊടിയിച്ചു. പിന്നെ എല്ലാവർക്കും ധൂപാരാധന നടത്തി. ധൂപാരാധന നടത്തിയതിന് ശേഷം പൂക്കൾ ഇന്ന് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല പൂവ്. സാധാരണ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വെളിയിൽ പോയി പൂവൊക്കെ പറിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് വെളിയിലെല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞു. സൈഡിൽ നിന്നിരുന്ന ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞത് കാരണം ഇപ്പോൾ പൂവ് കിട്ടാനായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പൂവില്ലാതെയാണ് ഇന്നത്തെ പൂജകൾ ചെയ്തത്. പിന്നെ നേദ്യമൊക്കെ വെച്ചു, പിന്നെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ബാക്കി ജോലികളിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.